ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സറാസ് കേക്ക്സ് ആൻഡ് ബേക്സ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഹായ്, എല്ലാവരുടെയും വീട്ടിൽ നെയ്യ് വാങ്ങുന്നവരാണല്ലോ. നെയ്യ് വീട്ടിലില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും നെയ്ച്ചോറിലിടാനാണെങ്കിലും പായസത്തിൽ ചേർക്കാനാണെങ്കിലും ബിരിയാണി, ലഡു, അതുപോലെ സ്നാക്സിലും എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് നെയ്യ് അത്യാവശ്യമാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാൽപ്പാടയിൽ നിന്നും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നെയ്യ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിങ്ങനെ നെയ്യ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാലിൻ്റെ പാട എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണിത്. നമുക്കിത് തിളയ്ക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. തിളപ്പിച്ച പാല് ഇങ്ങനെ കുറച്ച് നേരം വെക്കുമ്പോഴേക്കും അതിൻ്റെ മേളിൽ പാട കെട്ടും. ആ പാട നമുക്ക് കളക്ട് ചെയ്ത് ഒരു ബോക്സിലേക്ക് സൂക്ഷിക്കാം. ഇങ്ങനെ ചെറിയ ബോക്സുകളിലായിട്ട് 1.5 മാസമായിട്ട് ഞാൻ കളക്ട് ചെയ്ത പാടയാണിത്. ഈ പാൽപ്പാട വെച്ചാണ് നമ്മളിന്ന് നെയ്യ് തയ്യാറാക്കാൻ പോകുന്നത്. പാൽപ്പാട ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് ഒരു 3-4 മണിക്കൂറിന് ശേഷം മാത്രമാണ്, നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ നെയ്യ് തയ്യാറാക്കുന്നത്. ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചു, ഫ്രീസറിലാണോ ഫ്രിഡ്ജിന് താഴെയാണോ പാൽപ്പാട സൂക്ഷിക്കേണ്ടതെന്ന്. പാൽപ്പാട സൂക്ഷിക്കേണ്ടത് ഫ്രീസറിൽ തന്നെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ചുവട് കട്ടിയുള്ള ഏത് പാത്രവും നമുക്കിതിനായി യൂസ് ചെയ്യാം. 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പാൽപ്പാട നന്നായിട്ട് അലുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈ പാനിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോക്സിലേതും കൂടി ഈ പാനിലേക്ക് മാറ്റാം. സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം അടുപ്പിലേക്ക് വെക്കാം. പാൽപ്പാട തിളച്ച് വരുമ്പോഴേക്കും ഹൈ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. കൈ വിടാതെ തന്നെ നമുക്ക് പാലിൻ്റെ അട ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു 3/4 ഭാഗവും വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നെയ്യ് തെളിഞ്ഞ് വരുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നെയ്യ് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ നെയ്യ് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നെയ്യ് എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന പോർഷൻ അത് കളയണ്ട. അടുത്ത വീഡിയോയിൽ അത് ഉപയോഗിച്ചിട്ട് കിഡിലും സ്നാക്സും ആയിട്ട് വരാം ഞാൻ. ഇങ്ങനെ ഒരു റിങ് വെച്ച് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ പാൻ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് നെയ്യിൽ കിടക്കുന്ന പോർഷൻ നമുക്ക് മേളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് ഒരു തുണിയോ അരിപ്പയോ വെച്ച് നമുക്ക് നെയ്യൊന്ന് അരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നെയ്യ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു മിഠായി മേറ്റിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് മാറ്റാം. നാനൂറ് ഗ്രാമിൻ്റെ 2 മിഠായി മേറ്റ് ടിൻ നെയ്യ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5-6 മണിക്കൂറിന് ശേഷം നമ്മുടെ നെയ്യ് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നെയ്യ് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. പാലിൻ്റെ പാട മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ.